ആമസോൺ മഴക്കാട് എന്ന് കേട്ടിരിക്കുമല്ലോ. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ ഈ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. 10,000 സ്പീഷീസോളം മൃഗങ്ങൾക്കും 14,000 മുതൽ 50,000 സ്പീഷീസോളം സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ആമസോൺ ജൈവ വൈവിധ്യത്തിന്റെ ഒരു പറുദീസ തന്നെയാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും പ്രത്യേക പങ്കാണ് ആമസോൺ വനങ്ങൾക്കുള്ളത്. ആമസോൺ മഴക്കാടുകളിലെ സസ്യങ്ങളിൽ ഭൂരിഭാഗവും സപുഷ്പികളാണ്, അതായത് പൂക്കൾ ഉണ്ടാകുന്ന തരം ചെടികളാണ് എന്നർത്ഥം. ശാസ്ത്രീയമായി ഇവയ്ക്ക് പറയുന്ന പേര്, അതായത് പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് ആൻജിയോസ്പേമുകൾ എന്നാണ്. ഈ ആൻജിയോസ്പേമുകൾ, അതായത് പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളാണ് ആമസോൺ മഴക്കാടിനെ ജൈവ സമ്പത്തിന്റെ ഒരു കലവറയാക്കി മാറ്റും. ഉയരമേറിയ വൃക്ഷങ്ങളുടെ ഇലച്ചാർത്ത് കൊണ്ട് വെളിച്ചം കടക്കാത്ത ആമസോൺ വനത്തിന്റെ ഇരുണ്ട ഭാഗങ്ങളിൽ പോലും നിരവധി ജീവജാലങ്ങൾ അധിവസിക്കുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആമസോൺ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആ കാലത്ത് ആമസോൺ വനങ്ങളിൽ കാണപ്പെട്ടിരുന്ന സസ്യങ്ങളിൽ പകുതിയിലധികവും പൂക്കൾ ഉണ്ടാവാത്ത തരം കോണിഫർ മരങ്ങളായ ഫിർ, സ്പ്രൂസ്, അതുപോലെ തന്നെ സൈക്കസ്, സൈപ്രസ് മുതലായവ ഉൾപ്പെടുന്ന ജിംനോസ്പേമുകളും അതുപോലെ തന്നെ ഫേൺ, അതായത് പന്നൽ ചെടികളും ആയിരുന്നു. ദശലക്ഷക്കണക്കിൽ വർഷം ഈ രണ്ടു തരം സസ്യങ്ങളും, അതായത് ആൻജിയോസ്പേമുകളും ജിംനോസ്പേമുകളും ചേർന്നായിരുന്നു ആമസോൺ വനത്തിന്റെ സന്തുലിതാവസ്ഥ പരിപാലിച്ചു പോന്നിരുന്നത്. അങ്ങനെയെങ്കിൽ എന്നായിരിക്കും ലോകത്തിലെ ആദ്യത്തെ പൂവ് വിരിഞ്ഞിട്ടുണ്ടാവുക? ഇന്ന് നാം കാണും പോലെ, നമുക്കറിയും പോലെ ആമസോൺ വനങ്ങളിൽ സപുഷ്പികളായ സസ്യങ്ങളുടെ എണ്ണം മറ്റുള്ളവയിൽ നിന്നും കൂടുതലാവാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? എത്ര കാലം കൊണ്ടായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക? ഈ മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കൂട്ടം ജീവികളുടെ വിധി നിർണ്ണയിക്കപ്പെട്ട ദിവസം കൂടിയായിരുന്നു അത്. വിശദമായിട്ട് നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിണാമ പ്രക്രിയയിൽ, പരിണാമ വഴിയിൽ പുതുതായി വന്നുപെട്ട കൂട്ടരാണ് ആൻജിയോസ്പേമുകൾ. ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുള്ള 470 ബില്യൺ വർഷം മുതൽ ഇങ്ങോട്ട് സസ്യങ്ങളിൽ അധികവും ഫേണുകൾ, ജിംനോസ്പേമുകൾ, അതിലും പുരാതനമായ ലൈക്കോഫൈറ്റുകൾ എന്നിവയായിരുന്നു. 135 മില്യൺ വർഷം പഴക്കമുള്ള ഫോസിലുകളിൽ പോലും ആൻജിയോസ്പേമുകൾ ഇല്ല. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ ഉള്ള വനങ്ങളിൽ അധികവും ആദ്യം പറഞ്ഞതുപോലെയുള്ള സസ്യങ്ങളായിരുന്നു. പന്നൽ ചെടികളും ജിംനോസ്പേമുകളും മാത്രം ഉൾപ്പെട്ട ഈ സ്ഥിതി വർഷങ്ങളോളം സ്തംഭനാവസ്ഥ പോലെ മാറ്റമില്ലാതെ കാണപ്പെട്ടു. ഈ സസ്യങ്ങൾ മിക്കവയും സ്പോറുകൾ ഉപയോഗിച്ചാണ് ഫെർട്ടിലൈസേഷൻ നടത്തിയിരുന്നത്. കാറ്റ് മൂലമാണ് ഇത്തരം സസ്യങ്ങളിൽ പരാഗണം നടന്നിരുന്നത്. പിന്നെയും ഏകദേശം 70 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് ആൻജിയോസ്പേമുകൾ ഭൂമിയിൽ ഉടലെടുക്കുന്നതും വ്യാപിക്കുന്നതും വൈവിധ്യവൽക്കരിക്കപ്പെടുന്നത്. ഇവയാണ് പൂക്കൾ ഉണ്ടാകുന്ന തരം സസ്യങ്ങൾ, അതായത് ആൻജിയോസ്പേമുകൾ. 125 മില്യൺ വർഷം പഴക്കമുള്ളതാണ് സപുഷ്പികളുടെ, അതായത് ആൻജിയോസ്പേംസിന്റെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഫോസിലിൽ ഏറ്റവും പഴക്കമേറിയത്. ഇവയുടെ ആദ്യ രൂപമാവട്ടെ കുറ്റിച്ചെടികൾ പോലെ, മിക്കവയും ജലസസ്യങ്ങൾ പോലെയുള്ളവയാണ്. ചൈനയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവ് വെച്ച് ആദ്യമായി പൂ വിരിഞ്ഞത് എന്ന് പറയാം. കാരണം നേരത്തെ പറഞ്ഞ ഫോസിൽ കിട്ടിയത് വടക്കൻ ചൈനയിൽ നിന്നാണ്. ആർക്കൈഫ്രൂക്ടസ് ലൈനോഡിജൻസിസ് എന്നാണ് ഈ ഫോസിലിന് കൊടുത്തിരിക്കുന്ന പേര്. പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്ന ഒരു സസ്യമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആൻജിയോസ്പേം സസ്യത്തെയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം സസ്യങ്ങൾ വിത്ത് അവരുടെ പഴങ്ങൾക്കുള്ളിൽ ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. പരിണാമ വഴിയിൽ ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുമാണ്. കാരണം ഒളിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം വിത്തുകൾ പരാഗണം ചെയ്യാൻ കാറ്റുകൊണ്ടോ അല്ലെങ്കിൽ മഴയ്ക്കോ സാധ്യമാവുകയില്ല. പരിണാമ വഴിയിൽ പരാഗണത്തിന് ആദ്യമായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നതിനുള്ള ശീലം ഇവിടെയാണ് തുടങ്ങുന്നത്. പൂക്കളുടെ ഏറ്റവും പരമമായ ലക്ഷ്യവും പരാഗണം നടത്താനുള്ള ജീവികളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഫെർട്ടിലൈസേഷൻ നടന്ന വിത്തുകൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പഴങ്ങൾ ചെയ്യുന്നതും ഇതേ രീതി തന്നെയാണ്. മധുരവും മണവുമുള്ള പഴങ്ങൾ മറ്റ് ജീവികളെ ആകർഷിക്കുകയും അത് തിന്നാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക വഴി വിത്തിനെ മറ്റിടങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കൈഫ്രൂക്ടസ് എന്ന സസ്യത്തിൽ ഇതിനൊരു തുടക്കം നമുക്ക് കാണാം. ഈ ചെടിയിൽ ഇലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് അണ്ടാശയത്തെ പൊതിയുന്ന കാർപ്പൽ ആയി മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ പരാഗങ്ങൾ രൂപമെടുക്കുന്ന സ്റ്റേമൻ, അതായത് കേസരം ഉള്ളതായിട്ടും കാണാം. ഇത് ഇന്നത്തെ ആധുനിക സസ്യങ്ങളിൽ അല്ലെങ്കിൽ പൂക്കളിൽ കാണുന്നതിന് സമാനമാണ്. എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇന്ന് കാണുന്ന വിധത്തിൽ എണ്ണത്തിൽ മറ്റുള്ളവയേക്കാൾ പെരുകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. ആൻജിയോസ്പേമുകളും ജിംനോസ്പേമുകളും ഏതാണ്ടൊരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മുമ്പേ സൂചിപ്പിച്ചല്ലോ. ഈ സ്തംഭനാവസ്ഥ, അതായത് ബാലൻസ്ഡ് അവസ്ഥ തകർത്തത് 66 മില്യൺ വർഷം മുമ്പുള്ള ഒരൊറ്റ ദിവസമാണ്. ആ ദിവസമാണ് ഭൂമി ഒരു കൂറ്റൻ ഉൽക്കയുമായി കൂട്ടിയിരിക്കുന്നത്. മെക്സിക്കോയുടെ തീരഭാഗത്തായിരുന്നു ഉൽക്കാവതനം സംഭവിച്ചത്. ക്രിട്ടേഷ്യസ് പാലിയോജിൻ മാസ് എക്സ്റ്റിങ്ഷൻ, അതായത് കൂട്ട വംശനാശം എന്ന സംഭവത്തിന്റെ തുടക്കമായിരുന്നു ആ ദിവസം. ഈ കൂട്ടിമുട്ടലിന്റെ ശക്തിയിൽ പാറകൾ ഉരുകി ബാഷ്പീകരിക്കപ്പെടുകയും 10,000 കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുകയും ചെയ്തു. അന്തരീക്ഷത്തിൽ എത്തിയ ഈ പാറക്കഷ്ണങ്ങൾ തിരികെ ഉൽക്കമഴ പോലെ ഭൂമിയിൽ അങ്ങോളം പതിച്ചു. ഉരുകിത്തെറിച്ച പാറക്കഷ്ണങ്ങൾ തിരികെ കത്തിയമർന്ന് ഭൂമിയിലേക്ക് തന്നെ പതിച്ചത് മണ്ണിന്റെ താപം കൂടാനിടയാക്കി. ഏതാനും മണിക്കൂർ കൊണ്ട് തന്നെ മണ്ണിന്റെ താപം 100 ഡിഗ്രി ഉയരുകയും അത് തീയായി പടരുകയും ചെയ്തു. വനങ്ങൾ കത്തിയെരിഞ്ഞു. സസ്യങ്ങളിൽ ഭൂരിഭാഗവും വെന്ത് വെണ്ണീറായി. ഈ അവസ്ഥ ഏതാണ്ട് 1 വർഷത്തോളം തുടർന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ ദുരന്തം അതിജീവിച്ച ജീവജാലങ്ങൾ അതിജീവനത്തിനായി
പെടാപ്പാട് പെട്ടു. തീയിൽ നിന്ന് രക്ഷപ്പെട്ട സസ്യങ്ങളാവട്ടെ സൂര്യപ്രകാശം കിട്ടാതെ വലഞ്ഞു. കാരണം പുകയും ചാരവും കൊണ്ട് അന്തരീക്ഷം മൂടിയതിനാൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നുണ്ടായിരുന്നില്ല. ദിനോസറുകളാണ് ഇതുകൊണ്ട് ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ജീവികൾ. ശരീര വലുപ്പത്തിന് ആവശ്യമായ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പലതും ചത്തൊടുങ്ങാൻ തുടങ്ങി. പക്ഷെ സസ്യങ്ങൾ കുറ്റിയേറ്റു പോയിരുന്നില്ല. തീയും പുകയും അതിജീവിച്ച് വിത്തുകളും സ്പോറുകളും അവശേഷിച്ചത് വനങ്ങൾ തിരിച്ചു വരാൻ ഇടയാക്കി. എന്നാൽ ഇത്തവണ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ ചുറ്റുപാടിനോട് സസ്യങ്ങൾക്ക് സമരസപ്പെടേണ്ടതായിട്ട് വന്നു. മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ പുതിയ പരിസ്ഥിതിക്കനുസരിച്ച് സ്വയം ക്രമീകരിക്കേണ്ടതായി വന്നു. തെക്കേ അമേരിക്കയിലെ കൊളംബിയയിൽ നിന്നുള്ള 39 ഇടങ്ങളിൽ നിന്നായി 20 വർഷക്കാലം നീണ്ട ഫോസിൽ ശേഖരണത്തിന്റെയും പഠനത്തിന്റെയും ഒടുവിലാണ് ഈ മാറ്റത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയത്. ഇലകൾ, സ്പോറുകൾ, പോളൻ ഗ്രെയിൻസ് അതായത് പരാഗങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ഫോസിലുകൾ. ഉൽക്കാപതനത്തിന് മുമ്പും അതിനുശേഷവും എന്ന തരത്തിൽ ഈ ഫോസിലുകളെ തരംതിരിച്ചു. ഇതൊരു ഭഗീരഥ യജ്ഞമായിരുന്നുവെന്ന് ഇപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. ഉൽക്കാപതനത്തിന് മുമ്പ് മൊത്തം സസ്യങ്ങളുടെ 52% പൂക്കൾ ഉണ്ടാകാത്ത തരം ജിംനോസ്പേമുകളും പന്നൽ ചെടികളും അതുപോലെ 42% ആൻജിയോസ്പേമുകളും ആയിരുന്നു. ഏതാണ്ട് തുല്യമായ അളവിൽ. എന്നാൽ കൂട്ടിയിടിക്ക് ശേഷം പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ ശതമാനം 42-ൽ നിന്ന് 84-ആയി വർദ്ധിച്ചു. അതായത് ഉൽക്കയുമായി കൂട്ടിയിടി ഉണ്ടായതോടെ വനങ്ങളുടെയും സസ്യങ്ങളുടെയും ഘടന മാറി എന്ന് മനസ്സിലാക്കാം. പക്ഷേ എങ്ങനെ? എന്തുകൊണ്ട്? ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ആൻജിയോസ്പേമുകളും ജിംനോസ്പേമുകളും മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഈ ഒരു ബാലൻസ് എങ്ങനെ മാറ്റപ്പെട്ടു? ഒരു വിശദീകരണം ഇപ്രകാരമാണ്. ഉൽക്കയുമായി കൂട്ടിയിടിച്ചു കഴിഞ്ഞപ്പോൾ വനങ്ങൾ കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞല്ലോ. ഈ ചാരം ഭൂമിയിൽ തിരികെ അടിഞ്ഞു. ചാരം ഫോസ്ഫറസിന്റെ കലവറയാണ്. എന്ന് വെച്ചാൽ കൂട്ടിയിടിക്ക് ശേഷം ഭൂമിയിൽ ഫോസ്ഫറസിന്റെ അളവിൽ ഒരു വർധന ഉണ്ടായി എന്നർത്ഥം. ഒരു ഫെർട്ടിലൈസർ ബോംബ് ഇട്ടതുപോലെ എന്നാണ് ശാസ്ത്രലോകം ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. അതിനിപ്പോ എന്താ? ഫെർട്ടിലൈസർ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നാമെങ്കിലും കാര്യങ്ങൾ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. ജിംനോസ്പേമുകളിൽ നല്ലൊരു ശതമാനത്തിന്റെയും നാശത്തിന് ഇത് കാരണമായി എന്നാണ് ശാസ്ത്രമതം. ജിംനോസ്പേമുകൾ വളരെ കുറഞ്ഞ അളവിൽ മൂലകങ്ങളുള്ള ചുറ്റുപാടിൽ വളരെ പതുക്കെ ജീവിക്കാൻ, വളരെ പതുക്കെ വളരാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. എന്നാൽ ഫോസ്ഫറസിന്റെ അളവിലെ വർധന ആൻജിയോസ്പേമുകളുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ഇടയാവുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ജിംനോസ്പേമുകൾ മറ്റൊരു വിപത്ത് കൂടി നേരിടാൻ തുടങ്ങി. പയറുവർഗ്ഗത്തിലുള്ള ചെടികളുടെ ആവിർഭാവം. ലെഗ്യൂമുകൾ എന്നാണ് ഇത്തരം സസ്യങ്ങളെ അറിയപ്പെടുക. ഇത്തരം ലെഗ്യൂമുകൾ അവരുടെ വേരുപടലത്തിൽ സിംബയോട്ടിക് ബാക്ടീരിയയെ വളരാൻ അനുവദിക്കുകയും ഇത്തരം ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെ നൈട്രേറ്റ് ആക്കി മണ്ണിൽ ശേഖരിക്കുകയും ചെയ്യും. നൈട്രേറ്റ് ആകട്ടെ ഭൂമിയിൽ സുലഭമല്ലാത്ത എന്നാൽ ഏറ്റവും വളരെയധികം ആവശ്യമുള്ള ഒരു പോഷണമാണ്. സസ്യങ്ങളുടെ അതിജീവനത്തിനും വളർച്ചയ്ക്കും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അവയ്ക്കിത് സ്വയമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ ലെഗ്യൂമുകളുടെ എണ്ണവും വൈവിധ്യവും കൂടാൻ തുടങ്ങിയതോടെ ജിംനോസ്പേമുകളുടെ അളവിലും എണ്ണത്തിലും കുറവും സംഭവിക്കാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഒരു ഫെർട്ടിലൈസർ ബോംബ് കൊണ്ട് മാത്രം ഇത്ര വലിയ അളവിൽ മാറ്റം സംഭവിക്കാൻ ഇടയില്ല. രണ്ടാമത്തെ വിശദീകരണം ദിനോസറുകളുടെ അഭാവമാണ്. വനങ്ങൾ വീണ്ടും വളരാൻ തുടങ്ങിയപ്പോൾ ദിനോസറുകൾ ഇല്ലാതിരുന്നത് പരിസ്ഥിതിയിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. പ്രത്യേകിച്ചും ആമസോൺ മേഖലയിൽ ഉൽക്കാപതനത്തിന് മുമ്പ് അടിക്കാട് ഉണ്ടായിരുന്നില്ല. വലിയ മരങ്ങൾക്ക് താഴെ വളരുന്ന കുറ്റിച്ചെടികളെയും മറ്റുമാണ് അടിക്കാട് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ അടിക്കാട് അന്ന് ഉൽക്കാപതനത്തിന് മുമ്പുള്ള വനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഭീമാകാരന്മാരായ ദിനോസറുകൾ നടന്നു പോകുന്ന വഴി ചവിട്ടി വലിച്ചും തിന്നുമെല്ലാം ചെറിയ സസ്യങ്ങളുടെ വളർച്ച തടയുമായിരുന്നു. ഉയരമുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ തിന്നുക വഴിയും ഭൂമിയിൽ സൂര്യവെളിച്ചം വീഴാൻ ഇടയാകുമായിരുന്നു. ഇങ്ങനെ അടിക്കാടുകൾ ഇല്ലാത്ത തുറന്ന സൂര്യപ്രകാശം ധാരാളം വീഴുന്ന ഇടങ്ങളിലാണ് ജിംനോസ്പേമുകളും പന്നൽ ചെടികളും വളർന്നിരുന്നത്. വാസ്കുലർ ടിഷ്യൂസിന്റെയും കാർബൺ ഐസോട്ടോപ്പുകളുടെയും താരതമ്യ പഠനവും ഈ സിദ്ധാന്തത്തിന് പിൻബലം കൊടുക്കുന്നുണ്ട്. അതായത് കൂട്ടിയിടിക്ക് മുമ്പ് കൂടുതൽ വെളിച്ചം കടക്കുന്ന തുറന്ന വനങ്ങളായിരുന്നുവെന്നും പൂക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത തരം സസ്യങ്ങളായിരുന്നുവെന്നും അതിനുശേഷം ഇടതൂർന്ന സപുഷ്പികളായ മരങ്ങളുള്ള അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങളുള്ള നിബിഡ വനങ്ങൾ രൂപപ്പെട്ടു എന്ന സിദ്ധാന്തം. ഇത്തരം ഇടതൂർന്ന വനങ്ങളിൽ ആൻജിയോസ്പേമുകൾക്ക് ജിംനോസ്പേമുകളെക്കാൾ മികച്ച മേൽക്കൈ കിട്ടുകയും അവർ എണ്ണത്തിലും വൈവിധ്യത്തിലും വർദ്ധിക്കുകയും ചെയ്തു. ഇതോടുകൂടി അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ പരിണാമഘട്ടത്തിലേക്ക് സസ്യങ്ങളും ജന്തുക്കളും മാറ്റപ്പെട്ടു. ആൻജിയോസ്പേമുകളിൽ അതായത് പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ ഉണ്ടായ വൈവിധ്യം പൂക്കളിൽ പരാഗണം നടത്താൻ സഹായിക്കുന്ന പുതിയ തരം ജീവികളുടെ ആവിർഭാവത്തിനും കാരണമായി. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ജീവികൾ ആൻജിയോസ്പേമുകളുടെ വംശവർദ്ധനയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതോടുകൂടി ഇത്തരം സസ്യങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഇന്ന് കരയിൽ കാണുന്ന സസ്യങ്ങളിൽ 80% ആൻജിയോസ്പേമുകളാണ്. ചുരുക്കത്തിൽ ക്രിട്ടേഷ്യസ് പാലിയോജിയൻ മാസ് എക്സ്റ്റിങ്ഷന് കാരണമായ ഉൽക്കാപതനം ഭൂമിയിൽ ധാതുക്കളുടെയും പോഷണത്തിന്റെയും അളവിലുണ്ടാക്കിയ വർധനയാണ് സപുഷ്പികളായ സസ്യങ്ങൾ ഭൂമിയിൽ എണ്ണത്തിൽ കൂടാൻ കാരണം. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ ആമസോൺ വനങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും മറ്റൊന്നല്ല. ആലോചിക്കുമ്പോൾ വൈരുദ്ധ്യം തോന്നാം, അല്ലെങ്കിൽ കൈപ്പേറിയ മധുരം പോലെ തോന്നാം. നിലവിൽ ഉണ്ടായിരുന്ന ഒരു വംശത്തിന്റെ മുഴുവൻ സർവനാശത്തിലൂടെയാണ് ഒരു പുതിയ പരിസ്ഥിതി, ലോകത്തിലെ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായ ഒരു വനഭാഗം ഉണ്ടാവുന്നത്. പല വർണ്ണത്തിൽ ഗന്ധത്തിൽ നാം ഇന്ന് കാണുന്ന പൂക്കൾ ഉണ്ടായത്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.